എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 ആരോഗ്യപ്രദമായ ഡ്രിങ്ക്സ് ആണ് ചെയ്യുന്നത്. ആദ്യത്തേത് റാഗി ഹെൽത്ത് ഡ്രിങ്ക്. ഈ റാഗിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് കൊടുക്കുന്നതും ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒന്നാണ് റാഗി. കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ കുറുക്കി കൊടുക്കുന്നതാണല്ലോ റാഗിപ്പൊടി. അതുകൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഇതിന് ഞാൻ മധുരത്തിന് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും ഏത് രോഗികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഹെൽത്ത് ഡ്രിങ്ക്. ഇത് നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നിറച്ചും റാഗിപ്പൊടി. ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. പഞ്ഞപ്പുല്ലെന്ന് പറയും, റാഗിപ്പൊടി എന്ന് പറയും, മുത്താറി എന്ന് പറയും, കൂവരക്, ഇങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കാൻ എടുക്കുന്ന പഞ്ഞപ്പുല്ല് തന്നെയാണിത്. അതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് ഏലക്ക മാത്രം പൊടിച്ചതാണ്. ഇത് ഞാൻ വലിയ 2 ഗ്ലാസ്സിന് എടുക്കുന്നതുകൊണ്ട് വലിയ 2 ഗ്ലാസ് തേങ്ങാപ്പാൽ, ശർക്കര ഉരുക്കാനുള്ള വെള്ളം. ആദ്യം നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ശർക്കര ഉരുകുന്ന നേരത്തിന് നമുക്ക് വേറൊരു അടുപ്പിലേക്ക് ഈ റാഗി ഒന്ന് വറുത്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് ഒരു പഴയ പാൻ എടുത്താൽ മതി. അതിലേക്ക് ഞാൻ ഈ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറു തീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം. ഒരിക്കലും കരിഞ്ഞു പോകരുത്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മൂത്ത് വരണം. ആ സ്റ്റേജ് വരെ ഒന്ന് വറുത്തെടുക്കണം. ചെറുതീയിൽ തന്നെ വെക്കണം. ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ അത് തന്നെയല്ല, ഇത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നോക്കിയാൽ നല്ലൊരു മയം മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 2-2.5 മിനിറ്റ് മൂപ്പുള്ളതിന് അത്ര ഇത് മൂപ്പിക്കാവുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വെക്കാം. അല്ലെങ്കിൽ ഇത് കൂടുതൽ മൂത്ത് കരിഞ്ഞു പോകരുത്. നമ്മൾ ഈ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഇത് വെക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഉടനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് ഇളക്കാതിരുന്നാൽ ആ ചൂട് കൊണ്ട് അത്രയും ഭാഗം കരിവ് വരും. അന്നേരം ഈ ഡ്രിങ്ക്സിന് കരിഞ്ഞ ഒരു ചുവ വരും. ഇതുപോലെ ഒരു മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ റാഗിപ്പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ റാഗി മുഴുവനോടെയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം തോർത്തി കഴിഞ്ഞ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യമേ അത് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് ബാക്കി ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാനായിട്ട്. നമ്മുടെ ശർക്കരപ്പാനി തണുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചൊഴിക്കാം. ഞാനിപ്പം കുറച്ച് പാനി മിച്ചം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മധുരം ഒന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് ചേർക്കാം. ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം. ഇത് ഞാൻ ഹെൽത്തി ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. ഏലക്കാപ്പൊടി, ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് അരച്ച് നോക്കാം. ഇത് ഞാൻ കട്ടിയായ തേങ്ങാപ്പാലല്ല എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങ, ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ, 2 വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. അല്പം ലൂസായ പാലാണിത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് ബാക്കി തേങ്ങാപ്പാലും ഒഴിക്കാം. ഇനി ഈ തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ ആണെങ്കിലും ചേർക്കാം. പശുവും പാലാണ് ചേർക്കുന്നതെങ്കിൽ തിളപ്പിച്ച് ആറിച്ചതായിരിക്കണം.
കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. മധുരം പോരാ, അപ്പം നമുക്ക് ബാക്കി ശർക്കര കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഹെൽത്തിയായ റാഗി ഡ്രിങ്ക് റെഡിയായി. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ ഒക്കെ ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതും ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. എള്ള് കൊണ്ടൊരു ഹെൽത്ത് ഡ്രിങ്ക്. നമ്മൾ സാധാരണ എള്ള് പല കാര്യത്തിനും ഉപയോഗിക്കാറുണ്ട്. ഇത് വെളുത്ത എള്ള് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ആരോഗ്യപ്രദമാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത്. ഇതിൽ ധാരാളം മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ആർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. ഇത് തണുപ്പിച്ചും തണുപ്പിക്കാതെയും ഒക്കെ നമുക്ക് കഴിക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. 4 ടേബിൾ സ്പൂൺ ശർക്കര ചെയ്യത്, 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 4 ഏലക്ക. ഇത് ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ അരയ്ക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ മുഴുത്ത ഏലക്ക തന്നെ എടുത്തത്. ഐസ് ക്യൂബ്സ്, തണുത്ത വെള്ളം. ആദ്യം നമുക്ക് ഈ എള്ളൊന്ന് ചെറുതീയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ചെറുതീയിൽ തന്നെ ഇടണം. പാത്രം ചൂടായി കഴിഞ്ഞതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഒത്തിരി വറുത്ത് പോകണ്ട, നന്നായിട്ടൊന്ന് എള്ള് ചൂടായി കിട്ടണം. കരിഞ്ഞു പോകാതെ ചെറുതീയിൽ തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഒരുമാതിരി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു മണം വരും. പിന്നെ ഇത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ലൊരു ഒരു ക്രിസ്പിനെസ് ഉണ്ടാകും ഇതിന്. അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വെക്കാം. ചൂടാക്കിയ എള്ള് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലേക്ക് മാറ്റാം. മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ചെറു തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് അരിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ശർക്കര ഉരുക്കാതെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. തേങ്ങ, ഏലക്ക നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിന് ഐസ് ക്യൂബ്സിനൊന്നും അളവില്ല, നമുക്ക് എന്തോരം വേണേലും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് തേങ്ങയും ഏലക്കായുടെ കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊരു വലിയ കണ്ണുള്ള അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്കാണിത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇത് വലിയ 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ എള്ള് ചേർത്ത ഹെൽത്തിയായ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട്
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.